ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡി ചെയ്യോ? അത് നിപ്പൊക്കെ കാണുന്നു, മൗലാനിയിലുണ്ട് പറഞ്ഞിട്ടൊക്കെ കാണുന്നല്ലോ. എൻ്റെ അടുത്ത് കുറേ പേടിയാവണേ നീ ഡ്യൂട്ടി നോക്കാൻ പോട്ടോ. ഞാൻ പോകാണ്ട് പറ്റില്ലല്ലോ, യുദ്ധം നടക്കണ്ടേ, സോൾജർ പോകണ്ടേ. അല്ല അത് പറയുമ്പോഴല്ലേ എനിക്ക് പേടിയാവണേ. പേടിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല, സംഭവം ഇതെന്താ അറിയോ, എൻ്റെ അടുത്ത് കുറേ പേഷ്യൻസ് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിപ്പയല്ലേ ഇപ്പോൾ വരണം, സേഫ് ആണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഈ എലിയെ പേടിച്ച് എല്ലാം ചൂടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നിപ്പ വൈറസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. നമ്മൾ കോവിഡ് പോലെയാണ് നിപ്പേനെ കൺസിഡർ ചെയ്യണത്. ഇത് നിപ്പ വൈറസ് ശരിക്കും നമ്മൾ ഇതിൽ കൂടെ സ്പ്രെഡ് ചെയ്യില്ല, ഈ തുപ്പലിൽ കൂടെ സ്പ്രെഡ് ചെയ്യില്ല, നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെ സ്പ്രെഡ് ചെയ്യില്ല. ഈ ഇതിൽ കൂടെയാണ്, നമ്മുടെ ഫ്ലൂയിഡ്സിൽ കൂടെയാണ്, സ്രവങ്ങൾ എന്ന് പറയില്ലേ, മൂക്ക് കൂടെയോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൽ കൂടെയാണ് സ്പ്രെഡ് ചെയ്യുക, ഛർദിൽ അങ്ങനത്തെ സാധനത്തിൽ കൂടെയൊക്കെ. അത് ക്ലോസ് കോൺടാക്റ്റ് വേണം. 6 മണിക്കൂറിൽ കൂടുതലൊക്കെ നമ്മൾ പേഷ്യൻ്റെ തൊട്ടടുത്തിരുന്നാൽ മാത്രമേ പ്രശ്നം വരുള്ളൂ. അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ നോർമൽ പ്രിക്കോഷൻസ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റലിലാണ് ഇത് കറക്റ്റ് 4 മണിക്കൂറിനുള്ളിൽ കണ്ടുപിടിച്ചു, വന്ന ഉടനെ തന്നെ. അല്ല, വന്ന ഉടനെ തന്നെ സസ്പെക്ട് ചെയ്തു. അപ്പോൾ ഭയങ്കര ഫെസിലിറ്റിയാണ്, എല്ലാവരും ഭയങ്കര അവെയറാണ്. പിന്നെ അതിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ക്വാറന്റൈനിൽ പോയി, പക്ഷെ അവർക്ക് ആർക്കും സിംറ്റംസ് ഒന്നുമില്ല. അതാണ് ഇത് അങ്ങനെ സ്പ്രെഡ് ചെയ്യണതല്ലേ നമ്മൾ നേരിട്ട്. ഇതിൽ കൂടുതൽ ഡേഞ്ചർ എന്താ അറിയോ, ശരിക്കും അസുഖമുള്ള ആൾക്കാർ ഇത് പേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ വരാണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസോ പിന്നെ ഞാൻ കാണുന്ന പേഷ്യൻസൊക്കെ അവരത് പേടിച്ചിട്ട് അവരുടെ കണ്ടീഷൻ വെച്ചോണ്ടിരിക്കും. അത് സീരിയസ് ആയിട്ടാണ് അവർക്ക് കൂടുതൽ പ്രശ്നമാവുക. അല്ലാതെ നിപ്പനെ പേടിക്കണ വെച്ചാൽ പുലി വരുന്ന മാതിരിയാണ്. നിപ്പനെ നമ്മൾ പേടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതൊക്കെ നമ്മൾ മൃഗങ്ങളിൽ നിന്നൊക്കെ കിട്ടിയതും അങ്ങനെ ക്ലോസ് കോൺടാക്ട് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഇപ്പോൾ വീട്ടിൽ തന്നെ, ഒരേ വീട്ടിൽ തന്നെ. പക്ഷെ നമ്മൾ വഴി കൂടെ പോണവരൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അതായത് ശരിക്കും രോഗി, കിടപ്പിലായ രോഗി ഉണ്ടല്ലോ, തീരെ വയ്യാതെ കിടപ്പിലായ രോഗി, ആ രോഗിയായിട്ട് ബസ്സിൽ പോയാലൊന്നും ഇത് പകരില്ല. അങ്ങനെ പകരുന്ന സാധനം ഇതിപ്പോൾ ശരിക്കും പറയാൻ എന്താ അറിയോ, ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിൽ ഒരു പ്രശ്നം വരാൻ പാടില്ല ഈ സമയത്ത്. ഭയങ്കര ഒരു അത് കാരണം കുറച്ച് നമ്മൾ കൂടുതൽ കോഷ്യസ് ആവണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. അത് ശരിക്കും നല്ലതല്ല. നമ്മളിപ്പോൾ ഡോക്ടർമാർ ഡിഫെൻസീവ് മെഡിസിൻ ചെയ്യണ പോലെയാണ്. നമുക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്യണതിന് മുന്നേ പ്രശ്നം വന്നാൽ നിന്റെ കൈ വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ധൈര്യം ഉണ്ടാവും ചെയ്യാൻ, കൈ വർക്കില്ലേ? അതേമാതിരിയാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ സ്ഥിതി. അതായത് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോൾ ഇത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിന്നെ തട്ടിക്കളയെന്നുള്ള മാതിരിയാണ് ആൾക്കാർ, പത്രക്കാരും ജനങ്ങളും ഒക്കെ നിൽക്കുന്നത്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഭയങ്കര കഷ്ടമാണ് സ്ഥിതി.